ലോകമെമ്പാടും ഏകദേശം 6800ഓളം പ്രകൃതി ദുരന്തങ്ങൾ ലോകമാസകലം നടക്കുന്നുണ്ട് എന്നാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നവർ നൽകുന്ന കണക്ക്. ഞാൻ ഇൻ്റർനെറ്റിനോട് ചോദിക്കുകയായിരുന്നു, കഴിഞ്ഞ 20-21 നൂറ്റാണ്ടുകളിൽ ലോകത്ത് നടന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കണക്ക്. ആ കണക്കെന്നെ അത്ഭുതപ്പെടുത്തി. 7,50,000-ത്തിലധികം പ്രകൃതി ദുരന്തങ്ങൾ, വ്യാപകമായി ഭൂമിയെ ബാധിച്ച പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളിലായി ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ചരിത്രത്തിന്, നാം ജീവിക്കുന്ന ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്ന് ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡാനി രച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിലെ വ്യാഖ്യാനങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്തി നിൽക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 8-ാം അധ്യായം 6-ാം വാക്യം: 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ഈ കാഹളങ്ങളെക്കുറിച്ചും അവയുടെ വിവരണങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്നതിനെ സംബന്ധിക്കുന്ന, അതിനനുബന്ധമായി സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ ആ വിശദാംശങ്ങൾ കാണുന്നതിന് മുൻപ് മറ്റു ചില പൊതുവായ നിരീക്ഷണങ്ങൾ അവയുമായി ബന്ധപ്പെടുത്തി നടത്താൻ ആഗ്രഹിക്കുന്നു. കാഹളങ്ങൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങൾ: ഒന്ന് ദൈവത്തിൻ്റെ നീതി, 2 ദൈവത്തിൻ്റെ കരുണ. ദ ട്രംപറ്റ്സ് അനൗൺസ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ് ആൻഡ് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവനീതിയും ദൈവകരുണയും വെളിപ്പെടുത്തുന്നതാണ് കാഹളങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഈ ഭൂമിക്ക് മേൽ സംഭവിക്കുമെന്ന് ബൈബിൾ ആകമാനവും വെളിപാട് പുസ്തകം പ്രത്യേകമായും പറയുന്ന ദുരന്തങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പെടുത്തലുകളാണ്. ഉദാഹരണത്തിന്, മുൻപ് നമ്മൾ കണ്ടിരുന്നു, ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ അങ്ങ് വൈകുന്നത് എന്ന ചോദ്യവുമായി ദൈവത്തിൻ്റെ ദിനം കാത്തുകിടക്കുന്ന രക്തസാക്ഷികളെ നമ്മൾ കണ്ടു. ഈ ഭൂമിയിൽ നീതി നിറവേറപ്പെടാനുണ്ട്. ദൈവത്തിൻ്റെ നീതി നിറവേറും എന്നതിൻ്റെ ആഹ്വാനമാണ് കാഹളം ഒന്നാമതായി സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, ഈ വെളിപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ ദൈവകരുണയുടെ ഭാഗമാണ്. ഓരോ കാഹളം ഊതുമ്പോഴും ഭൂമിയിലെ ഒരുപറ്റം മനുഷ്യർ ഇല്ലാതാവുന്നു എന്നും അവശേഷിക്കുന്നവർക്ക് അത് പാഠമാവും എന്നും, ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഭൂമിക്കും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ അനുതപിച്ച് തൻ്റെ സ്രഷ്ടാവിലേക്ക് തിരികെ വരും എന്നും ഉള്ള ഒരു പ്രതീക്ഷയിലാണ് കാഹളധ്വനികൾ മുഴക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ അനുതപിച്ച് തിരികെ വന്ന് രക്ഷ പ്രാപിക്കാനുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. രണ്ടാമതായിട്ട്, ഈ കാഹളനാദങ്ങളും അതിന് അനുബന്ധമായി അതേ തുടർന്ന് വരുന്ന ദുരന്തങ്ങളും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു നിരീക്ഷണം, കാഹളധ്വനിയെ അനുഗമിച്ചു വരുന്ന ദുരിതങ്ങളെല്ലാം പതിക്കുന്നത് ഭൂവാസികൾക്ക് മേലാണ്. ആ ദുരന്തങ്ങൾ യഥാർത്ഥത്തിൽ ആഘാതം ഏൽപ്പിക്കുന്നത് ഭൂമിയുടെ സ്വാഭാവിക ക്രമത്തിനാണ്, നാച്ചുറൽ ഓർഡറിനാണ്. അതായത് ഭൂമിയുടെ സ്വാഭാവിക ക്രമത്തിൽ, നാച്ചുറൽ ഓർഡറിൽ താളവ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യൻ്റെ സ്വസ്ഥ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് ഭൂമിയുടെ സ്വാഭാവിക താളത്തെയാണ്. സൂര്യൻ, ചന്ദ്രൻ, കടൽ, കര, നക്ഷത്രങ്ങൾ, കാറ്റ്, ഇതെല്ലാം, കാലാവസ്ഥ, മഴ, ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തെ, അല്ലെങ്കിൽ ഇത്തരം നാച്ചുറൽ ഓർഡറുകൾ മനുഷ്യൻ്റെ ശാന്തമായ ജീവിതത്തെ സ്വാധീനിക്കുന്നവയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ സ്വസ്ഥ ജീവിതം, ശാന്തമായ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഈ നാച്ചുറൽ ഓർഡറിനെയാണ്. കരയും കടലും നീരുറവകളും നദികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇവയുടെ എല്ലാം താളം തെറ്റുകയാണ്. ഈ ദുരന്തങ്ങൾ, നമ്മളിനി വായിക്കാൻ പോകുന്ന 4 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഭൂമിയുടെ ഇക്കോളജിക്കൽ ഓർഡറിനെ, ആ താളത്തെ ബാധിക്കുകയാണ്. അടുത്തതായി,
പൊതുവായി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, 4 കാഹളധ്വനികളെ തുടർന്ന് വരുന്ന ദുരന്തങ്ങൾ ഭൂമിയുടെ 1/3 ഭാഗത്തെയാണ് ബാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 6-ാം അധ്യായത്തിൽ കണ്ട 4 കുതിരകളെ കാണുമ്പോൾ അതേ തുടർന്ന് വിവരിച്ച ദുരന്തങ്ങളിൽ അത് ബാധിച്ചത് ഭൂമിയുടെ 4/1 മേലാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ വരുന്ന ദുരന്തങ്ങൾ ബാധിക്കുന്നത് ഭൂമിയുടെ 1/3. അതായത് നേരത്തെ കുതിരകളുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള, തീവ്രതയുള്ള ദുരന്തങ്ങളാണ് കാഹളത്തെ തുടർന്ന് വരുന്ന ദുരന്തങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇവിടെ ദുരന്തങ്ങളുടെ ഇൻറ്റൻസിറ്റിയും വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. മൂന്നാമതായി പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ വെളിപാടിലെ 8-ാം അധ്യായത്തിലെ ബിംബങ്ങൾ, ഇമേജുകൾ മനസ്സിലാക്കുന്നതിന് 2 പഴയ നിയമ സംഭവങ്ങളെ ചരിത്ര പശ്ചാത്തലമായി മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിലെ ഒന്നാമത്തേത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പുരോഹിതന്മാർ, 7 കാഹളങ്ങൾ പിടിച്ച പുരോഹിതന്മാർ മുഴക്കുന്ന 7 കാഹളനാദങ്ങളെ തുടർന്ന് ജെറീക്കോ കോട്ട നിലം പതിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തല ചരിത്രം. രണ്ടാമത്തേത്, ഈജിപ്തിനും ഫറവോയ്ക്കുമെതിരായി ദൈവം അയക്കുന്ന മഹാമാരികൾ. അതും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണത്? ഈ 8-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കന്മഴ, ജലം രക്തമാകുന്നത്, കടലിൽ വെച്ച് സംഭവിക്കുന്ന അപായം, അതുപോലെ ജലം പാനീയ യോഗ്യം അല്ലാതായി മാറുന്നത്, കുടിക്കാൻ കൊള്ളാത്തതായി മാറുന്നത്, പകല് അന്ധകാരം വ്യാപിക്കുന്നത്, ഇതെല്ലാം ഈജിപ്തിനും ഫറവോയ്ക്കുമെതിരെ ദൈവം അയച്ച മഹാമാരികളിൽ നമ്മൾ കണ്ട ബിംബങ്ങളാണ്. ഒരുപക്ഷെ അവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആവർത്തനമാണ്. അതുകൊണ്ട് ജെറീക്കോയുടെ പതനവും ഈജിപ്തിൻ്റെ മേൽ ദൈവം നടത്തിയ ശിക്ഷാവിധിയും പശ്ചാത്തലമായി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 8-ാം അധ്യായത്തിലെ വിവരണങ്ങൾ വായിക്കാൻ. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നാമത്തേത്, ജെറുസലേം എന്ന് പറഞ്ഞ് തലയുയർത്തി നിന്ന ആ നഗരം, ദൈവനിഷേധികളുടെ ഇടമായി മാറിയ ആ നഗരം ജെറീക്കോ വീണതുപോലെ നിലംപതിക്കുകയാണ്. അതൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? ദൈവത്തെ നിഷേധിക്കുന്ന എല്ലാ മഹാപ്രസ്ഥാനങ്ങളും സ്ട്രക്ചറുകളും വ്യവസ്ഥിതികളും ദൈവജനത്തെ ഞെരുക്കുന്ന എല്ലാ സംവിധാനങ്ങളും നിലംപതിക്കുക തന്നെ ചെയ്യും. അത് ദൈവജനത്തിന് ദൈവം തൻ്റെ വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊത്തുള്ള നിത്യമായ ജീവിതം കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്. ഈജിപ്തിൻ്റെ മേൽ നടത്തിയ പ്രഹരം പോലെ തന്നെയാണത്. ദൈവജനത്തെ പീഡിപ്പിച്ച ഫറവോയ്ക്ക് മേൽ നടത്തിയ ശിക്ഷാവിധിയായിരുന്നു ഈജിപ്തിൻ്റെ മേലുള്ള മഹാമാരിയെങ്കിൽ, വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നവ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പീഡിപ്പിച്ച, ദൈവരാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച എല്ലാ വ്യവസ്ഥിതികൾക്കും നേരെയുള്ള ദൈവത്തിൻ്റെ വിധിപ്രഖ്യാപനമാണ്. ദൈവം ശിക്ഷാവിധി നടപ്പിലാക്കുന്നതാണ്. മറ്റൊരു സമാനത നമ്മൾ കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ, ഈ കാഹളങ്ങൾ മുഴങ്ങുന്നതിന് ശേഷം വിവരിക്കുന്ന ദുരിതങ്ങൾക്ക് ശേഷവും ഫറവോയെ പോലെ തന്നെയാണ് മാനവകുലവും. ഈ ദൈവനിഷേധികൾ അനുദപിച്ച് തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഒടുവിൽ ദൈവത്തിൻ്റെ അന്തിമമായ വിധി നടപ്പാക്കൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. മറ്റൊരു കാര്യം ഈ 8-ാം അധ്യായത്തിലെ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, ഒരു പൊതുവായ മറ്റൊരു നിരീക്ഷണം, ഓരോ കാഹളം മുഴക്കുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങളായി മനസ്സിലാക്കരുത്. അതായത് ഒന്നാമത്തെ കാഹളം മുഴക്കിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് 2-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നത് എന്ന അർത്ഥത്തിൽ തുടർച്ചയായി മനസ്സിലാക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിതിനെ ചരിത്രത്തിൽ ഒരു സംഭവം കഴിഞ്ഞ് അടുത്ത സംഭവം നടക്കുന്നതായി വിവരിക്കുന്ന കാര്യങ്ങളായി കാണരുത്. മറിച്ച് യുഗാന്ത്യത്തോടനുബന്ധമായി നടക്കുന്ന കോസ്മിക് ഡിസറപ്ഷൻസ്, ഭൂമിക്കുണ്ടാവുന്ന ചലനവ്യത്യാസങ്ങൾ, താളവ്യത്യാസങ്ങൾ പലയിടങ്ങളിലായി പല കാലങ്ങളിൽ സംഭവിക്കുന്നതായിട്ടാണ് നമ്മളിതിനെ വായിക്കേണ്ടത്. അതായത് വെളിപാട് പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കരുത്, ഒരധ്യായത്തിൽ പറയുന്ന അല്ലെങ്കിൽ 8-ാം അധ്യായത്തിൽ 1-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ ദുരന്തങ്ങൾ ഇന്ന് സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് 2-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെ മറ്റന്നാൾ നടക്കുന്നത് അടുത്തത്, അങ്ങനെ ഒരു തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടല്ല നമ്മളിതിനെ കാണേണ്ടത്. പലയിടങ്ങളിലായി പല കാലങ്ങളിൽ
സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇന്ന്, ഇന്നലെ, നാളെ ഇങ്ങനെ സമയം മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പറയുന്നത് നടന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ തൊട്ടടുത്ത് പറയാൻ പോകുന്നത് നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാം ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായി വ്യാഖ്യാനിച്ചാൽ നമുക്ക് തെറ്റുവരാം. ഈ ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്നവർക്ക്, അതായത് 1/3 ഭാഗമാണ് അത് ഈ ദുരന്തങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നത്. അവശേഷിക്കുന്നവർക്ക് അനുഭവിക്കാൻ അവസരം നൽകിക്കൊണ്ട് 1/3 ഭാഗം മാത്രമേ നശിപ്പിക്കപ്പെടുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഈ വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിലെയും അതുപോലെ തന്നെ നേരത്തെ കുതിരകളുമായി, കുതിരകളും കുതിരക്കാരും, വെള്ളക്കുതിര, അതുപോലെ ചുവന്ന കുതിര, കറുത്ത കുതിര, ഇങ്ങനെ കുതിരകളുമായി ബന്ധപ്പെട്ട് വന്ന ദർശനങ്ങളും, അതായത് വെളിപാട് 6-ലെയും 8-ലെയും വിവരണങ്ങളെ ഈശോയുടെ യുഗാന്ത്യ പ്രഭാഷണത്തിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെടുത്തി വായിച്ചാൽ ചില താരതമ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ഈശോ ലൂക്കാ സുവിശേഷത്തിൻ്റെ 21-25 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. അതുപോലെ മത്തായി 24-29 പറഞ്ഞിട്ടുണ്ട്: അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടുള്ള യുഗാന്ത്യ പ്രഭാഷണത്തിലെ പരാമർശങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വെളിപാട് 8-ൽ സംഭവിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അത് നമ്മളെ സഹായിക്കും. പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിനി വെളിപാട് പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ കാഹളനാദങ്ങളെക്കുറിച്ച് വായിക്കാൻ പോകുന്നത്. ഞാനത് ഇനി വേഗം വായിച്ച് പറഞ്ഞ് പോകും, കാരണം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വായിച്ചു പോകാം. വെളിപാട് 8-ാം അധ്യായം 6-ാമത്തെ വാക്യം: 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. 8-ാം അധ്യായം 7-ാം വാക്യം: 1-ാമൻ കാഹളം മുഴക്കി, അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ നിപതിച്ചു. ഭൂമിയുടെ 1/3 ഭാഗം വെന്തിരിഞ്ഞു. വൃക്ഷങ്ങളിൽ 1/3 കത്തിച്ചാമ്പലായി. പച്ചപ്പുല്ല് മുഴുവനും കത്തിയെരിഞ്ഞുപോയി. AD 72 സംഭവിച്ച വലിയ ഒരു വോൾക്കാനോ ഇറപ്ഷൻ, ഒരു അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി. അത് റോമിന് പരിസര പ്രദേശത്തുള്ള അനേകം ഭൂപ്രദേശങ്ങളെ ബാധിച്ചതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് വലിയ ഒരു അഗ്നിപർവ്വത ദുരന്തമായിരുന്നു, ഒരു വോൾക്കാനോ ഇറപ്ഷനായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാമർശമായി ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നവർ ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്തരം ദുരന്തങ്ങളെയാണ് 7-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത്. 8-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം: 2-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിൻ്റെ 1/3 രക്തമായി. ഉൽക്കകൾ പതിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളോ ഒക്കെ സൂചിപ്പിക്കപ്പെടുന്നതാവാം ഇവിടെ. മറ്റൊരു വായന ഞാൻ കണ്ടത്, ഇത് ജെറുസലേമിൻ്റെ പതനത്തെ സൂചിപ്പിക്കുന്ന പ്രതീകാത്മകമായ ഒരു വ്യാഖ്യാനമാണെന്ന് കൂടി പറയുന്നവരുണ്ട്. ഉദാഹരണത്തിന്, മല എപ്പോഴും ജെറുസലേമിൻ്റെ പ്രതീകമായിരുന്നു. കടൽ എപ്പോഴും ജാതികളുടെ പ്രതീകമായിരുന്നു ബൈബിളിൽ. അപ്പോൾ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നത് ജെറുസലേം വിജാതീയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ പ്രതീകാത്മകമായൊരു വിവരണമായി വായിക്കുന്നവരും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടി നമുക്കിത് പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നതാവും കുറേ കൂടി വിവേകം എന്ന് ഞാൻ കരുതുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം: കടലിലെ ജീവജാലങ്ങളിൽ 1/3 ചത്തുപോയി. 1/3 ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു. ഞാൻ അല്പം കഴിഞ്ഞ് അതിനെക്കുറിച്ച് പറയാം. വെളിപാട് 8-ാം അധ്യായം 10-ാമത്തെ വാക്യം: 3-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് അടർന്ന് നദികളുടെ 1/3 നീരുറവകളിന്മേലും പതിച്ചു. 8:11 ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തകം. അത് വീണപ്പോൾ ജലത്തിൻ്റെ 1/3 തിക്തകമായി. ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു, കാരണം അത് കയ്പുള്ളതാക്കപ്പെട്ടിരുന്നു. ഈ നക്ഷത്രം
ലൂസിഫർ ആകാശത്തു നിന്ന് നിപതിച്ചതായി കാണുന്നവരുണ്ട്. പിശാച് അധപതിച്ച്, മാലാഖ അധപതിച്ച് പിശാചായി മാറിയതിൻ്റെ പ്രതീകാത്മകമായ സൂചനയായി കാണുന്നവർ ഉണ്ട്. 8:12 നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സൂര്യൻ്റെ 3-1, ചന്ദ്രൻ്റെ 3-1, നക്ഷത്രങ്ങളുടെ 3-1 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 3-1 ഇരുണ്ടുപോയി. പകലിൻ്റെ 3-1 ഇരുണ്ടുപോയി, അതുപോലെ തന്നെ രാത്രിയുടെ 3-1. 8:13 മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു, ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇത് നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ ഒരു ക്ലേശകരമായ ഭാഗമായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ വെളിപാടുമായി ബന്ധപ്പെട്ട് അനേകരുടെ വ്യാഖ്യാനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിലെല്ലാവരും തന്നെ ഏകസ്വരത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. എത്ര ആഴത്തിൽ പഠിച്ചവർക്കും വെളിപാട് പുസ്തകം, അതിലെ ചില പ്രതീകങ്ങൾ, ചില ബിംബങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായ ഭാഗങ്ങൾ നിങ്ങൾ നന്നായി കൂടുതൽ ഗ്രഹിക്കാൻ ശ്രമിക്കുക. മനസ്സിലാകാത്തത് തൽക്കാലത്തേക്ക് മനസ്സിലാകാത്ത ഭാഗമെന്ന് കരുതി തന്നെ മനസ്സിലിട്ടേക്കുക. കാലാന്തരത്തിൽ അല്പം കഴിയുമ്പോൾ കൂടുതൽ വചനത്തിലെ മറ്റ് ഭാഗങ്ങൾ മനസ്സിലാകുന്ന ക്രമത്തിൽ നമുക്കിവയൊക്കെ വ്യക്തമായി കിട്ടിക്കൊള്ളും. ഞാനത് നിങ്ങളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്കും വ്യക്തതയില്ല. നമുക്ക് ദൈവം തരുന്ന ഒരു ജ്ഞാനത്തിൽ കാര്യങ്ങളെ ഏകദേശ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കാനേ കഴിയൂ. കാരണം ഇതാണ് എന്ന് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രതീകങ്ങളുടെയോ രൂപകങ്ങളുടെയോ ബിംബങ്ങളുടെയോ ഉപമകളുടെയോ ഒക്കെ വ്യാഖ്യാന രീതി അവലംബിച്ച് ഈ ഭാഗങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്നാണ്. പൊതുവായി നമ്മൾ അറിയേണ്ട, ദൈവികമായി നമ്മൾ അറിയേണ്ട രഹസ്യം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ ദുരന്തങ്ങളെ, അതായത് 7 കാഹളങ്ങൾ 7 ദൂതന്മാർ മുഴക്കുമ്പോൾ അതിലെ ആദ്യത്തെ 4 കാഹളങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ 4 കാഹളങ്ങൾ മുഴക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ തിന്മ വർദ്ധിക്കുകയും മനുഷ്യൻ ഭൂമിയെ പരിപാലിക്കേണ്ട ആവശ്യകത തിരിച്ചറിയുന്നതിന് പകരം ഭൂമിയെ ദുരുപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തൻ്റെ സ്വാർത്ഥതയ്ക്കും പാപത്തിനുമായി ഭൂമിയെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിക്ക് സംഭവിക്കുന്ന താളവ്യത്യാസങ്ങളാണ് ഇവിടെ വ്യംഗ്യം. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടപ്പിലാക്കുന്നതാണ്. ദൈവം ദൈവജനത്തെ ഞെരുക്കുന്നവർക്കെതിരെ നടത്തുന്ന ദൈവത്തിൻ്റെ ശിക്ഷണ നടപടികളുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ വർദ്ധിച്ചു വന്ന തിന്മയും ഭൂമിയുടെ ചലനതാളം നഷ്ടപ്പെടുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബൈബിൾ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ ബൈബിൾ നമ്മളോട് പറയുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്ത് മനസ്സിലാക്കാനാണ്? മനുഷ്യൻ്റെ തിന്മ വർദ്ധിക്കുന്നതും ഭൂമി നശിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 3:17 ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. ഉൽപ്പത്തി 6:11, 12, 13 ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചുപോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഇനി ലേവ്യർ 18:24 ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ, അതായത് ആ ദേശത്തെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. യെശയ്യാ 24:3 ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റേതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു. 24:5 പറയുന്നുണ്ട്, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു.
അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. യെശയ്യാ 24:6. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. ഒരു വാക്യം കൂടി വായിക്കാം. ജെറമിയ 12:4. എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം? ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. ഈ വാക്യങ്ങളെല്ലാം തന്നെ ഞാൻ എത്ര വാക്യങ്ങൾ വായിച്ചു, അതെല്ലാം സൂചിപ്പിച്ചത് ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ തിന്മ വർദ്ധിക്കുമ്പോൾ ഭൂമിക്ക് അതിൻ്റെ താളം തെറ്റും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇതിനെ 8-ാം അധ്യായത്തിലെ 6 മുതൽ നമ്മൾ വായിച്ച വാക്യങ്ങളെ 13 വരെയുള്ള വാക്യങ്ങളെ മനസ്സിലാക്കുന്നതിന് സഹായകരമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഓരോ ദുരന്തവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഭൂമിക്ക് ഒരവസരം കൂടി തരികയാണ്. എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി എന്ന് കേട്ടാൽ, അപ്പോൾ തന്നെ ആ പ്രകൃതി ദുരന്തത്തിൽ അനേകം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ, ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് 1991 വലിയൊരു പ്രളയവും ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടായത്. പിന്നീട് പ്രളയം എത്ര തവണ ആവർത്തിക്കപ്പെട്ടു. പിന്നെ സുനാമി വന്നു. ജപ്പാൻ്റെ തീരങ്ങളിൽ വന്ന സുനാമി, പലയിടങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഒരു 10-15 വർഷത്തെ ഓർമ്മ ദൂരത്തിനകത്ത് നടന്ന ദുരന്തങ്ങളെല്ലാം ഓർക്കുക. അതുപോലെ തന്നെ വന്ന വലിയൊരു ദുരന്തമാണ് കോവിഡ്. ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം അനുതാപത്തിലേക്ക് തൻ്റെ മക്കളെ തിരിച്ച് വിളിക്കുകയാണ്. God is giving us another chance to repent and come back to Him, our Creator. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിലേക്ക് തിരികെ മടങ്ങാൻ ദൈവം നമ്മളെ അവശേഷിക്കുന്നവരെ വിളിക്കുകയാണ്. നമ്മൾ ഈ 4 കാഹളങ്ങൾ ഊതുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ആ സംഭവങ്ങളെ കാണാൻ ഞാനൊരു താക്കോൽ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ യഥാർത്ഥത്തിൽ വെജിറ്റബിൾ വേൾഡാണ്, സസ്യലോകത്തിനാണ് ആഘാതം ഏൽപ്പിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ അന്തിമമായി ബാധിക്കുന്നത് ആരെയാണ്? വൃക്ഷങ്ങളും പുല്ലുകളും ചെടികളും സസ്യങ്ങളുമൊക്കെ നശിപ്പിക്കപ്പെട്ടാൽ അത് ആത്യന്തികമായി ബാധിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ഭക്ഷണക്രമത്തെയാണ്, അല്ലെങ്കിൽ അത് ബാധിക്കുന്നത് മനുഷ്യനെയാണ്. രണ്ടാമത്തേത് കടലും കടലിലെ കപ്പലുകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. കപ്പലുകളിൽ ചരക്കുകളായി കൊണ്ടുവന്നത്, അന്നത്തെ പശ്ചാത്തലത്തിൽ വേണം ചിന്തിക്കാൻ, അന്ന് കൊണ്ടുവന്നത് പ്രധാനമായും മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. മനുഷ്യജീവിതത്തെ സ്വസ്ഥവും സ്വച്ഛവും ശാന്തവും അനുഗ്രഹപ്രദവുമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വസ്തുക്കളൊക്കെയാണ് ഈ ചരക്ക് കപ്പലുകളിൽ വന്നത്. കടൽ നശിപ്പിക്കപ്പെട്ടു, കപ്പൽ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങി, കപ്പലുകളിൽ കൊണ്ടുവന്നതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ആത്യന്തികമായി അത് മനുഷ്യൻ്റെ ഭക്ഷണക്രമത്തെയും ജീവിതക്രമത്തെയുമാണ് ബാധിക്കുന്നത്. മൂന്നാമത്തേത് കുടിവെള്ളം മലിനമായി, പാനീയയോഗ്യമല്ലാതായി, വെള്ളം കുടിക്കാൻ കൊള്ളാത്തതായി മാറി. അതും മനുഷ്യൻ്റെ ജീവനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. നാലാമത്തേത് പ്രകാശം ഇല്ലാതാവുന്നു, പകൽ ഇരുണ്ടുപോകുന്നു, പകലിൻ്റെ 1/3 ഇല്ലാതാവുന്നു. അവിടെയും എന്താ സംഭവിക്കുന്നത്? മനുഷ്യജീവൻ തന്നെയാണ് ഒടുവിൽ ഭീഷണിക്ക് വിധേയമായി നിൽക്കുന്നത്. സത്യത്തിൽ ഈ 4 കാഹളങ്ങൾ മുഴങ്ങുന്നതും സൂചിപ്പിക്കപ്പെട്ടത് നക്ഷത്രങ്ങൾ, കടൽ, കര, നീരുറവ, സസ്യജാലങ്ങൾ ഇവയൊക്കെ ആണെങ്കിലും ബാധിക്കപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനും ജീവിതവുമാണ്. അതായത് ഈ ദുരന്തങ്ങളെല്ലാം തന്നെ തിന്മ പ്രവർത്തിക്കാൻ മടിയില്ലാത്ത, നന്മയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കാത്തൊരു ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്ന ശിക്ഷാവിധികളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ തിരികെ വരാൻ വിളിക്കുകയാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുകയായിരുന്നു. നമുക്ക് മുൻപേ പോയ 21 നൂറ്റാണ്ടുകളിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കണക്ക് അതിനെ അത്ഭുതപ്പെടുത്തി. 7,50,000 ചരിത്രത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നവർ നൽകുന്ന കണക്കനുസരിച്ച് ഒരു വർഷം ഏകദേശം 6,800ഓളം നാച്ചുറൽ ഡിസാസ്റ്ററുകൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അവയെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ചരിത്രത്തിനും ഒരു അന്ത്യമുണ്ട്. ആ ചരിത്രത്തിന് സംഭവിക്കാൻ പോകുന്ന അവസാനത്തെക്കുറിച്ച്, അന്ത്യത്തെക്കുറിച്ച് അതിൻ്റെ നിയന്താവായ, അതിൻ്റെ അധിപനായ
ക്രിസ്തു തൻ്റെ വെളിപാടിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല, ഭൂമി നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒന്നല്ല. അതിൻ്റെ സ്രഷ്ടാവ് അതിനെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കരുതിയിട്ടുണ്ടോ അങ്ങനെ ഭൂമി അവസാനിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ കഴിവുകൾക്കും എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ്റെ നിസ്സഹായതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനാണെന്നും ദൈവമല്ലെന്നും തിരിച്ചറിയാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവായ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടവനാണ് എന്ന അനുതാപത്തിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ കാഹളം നമ്മുടെ കർണപുടങ്ങൾക്കരികെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓർക്കണം, ട്രംപറ്റ്സ് ആർ വാർണിംഗ് സിഗ്നൽസ്. കാഹളങ്ങൾ മുന്നറിയിപ്പുകളാണ്, അവ വേക്കപ്പ് കോളുകളാണ്, ഉണരാൻ, അനുദപിക്കാൻ, മടങ്ങി വരാനുള്ള ആഹ്വാനങ്ങളാണ്. ഇത് ആത്യന്തികമായി സംസാരിക്കുന്നത് ഒരുപാട് പേരടങ്ങുന്ന ഭൂമിയിലെ മാനവകുലത്തോട് അല്ല, വ്യക്തിപരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്. നമുക്ക് നമ്മുടെ സ്രഷ്ടാവും പിതാവും രക്ഷകനും പരിപാലകനുമായ നമ്മുടെ നല്ല ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വെളിപാട് പുസ്തകം പഠിക്കാൻ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അനാദൃശ്യമായ ഒരു താല്പര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് കുറെ കൂടി സ്നേഹത്തോടെ നിങ്ങളോട് നന്ദിയും എൻ്റെ സ്നേഹവും അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന ആഗ്രഹത്തോടെ അതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഡാനിയൽ അച്ഛൻ വിട വാങ്ങുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.